ഹലോ സുഹൃത്തുക്കളെ, നോ ചാനൽ വീണ്ടും ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ GKയിൽ ഏറ്റവും പ്രധാനമായി ചോദിക്കുന്ന ചോദ്യവും ഉത്തരമാണ്. കേരള PSC ടെസ്റ്റ് ചോദിച്ചു വരുന്ന 50 ക്വിസ് ഭാഗം 2 ആണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ക്ലിക്ക് ചെയ്തവരോട് ഒരു അപേക്ഷയുണ്ട്, ദയവായി വീഡിയോ പൂർണ്ണമായി കാണണം. അപ്പോൾ നമ്മൾക്ക് വീഡിയോ തുടരാം. ചോദ്യം 1. മനുഷ്യ ശരീരത്തിലെ ഏത് ഗ്രന്ഥിയാണ് ആദമിന്റെ ആപ്പിൾ എന്നറിയപ്പെടുന്നത്? ചോദ്യം ഒന്നും കൂടി വായിക്കാം. മനുഷ്യ ശരീരത്തിലെ ഏത് ഗ്രന്ഥിയാണ് ആദമിന്റെ ആപ്പിൾ എന്നറിയപ്പെടുന്നത്? ഉത്തരം തൈറോയിഡ് ഗ്രന്ഥി. ചോദ്യം 2. മാൽഗുഡി ഡേയ്സ് ആരുടെ കൃതിയാണ്? നമുക്ക് ചോദ്യം ഒന്നും കൂടി വായിക്കാം. മാൽഗുഡി ഡേയ്സ് ആരുടെ കൃതിയാണ്? ഉത്തരം R.K. നാരായണൻ. ചോദ്യം 3. സസ്യങ്ങൾക്കും ജന്തുക്കളെ പോലെ പ്രതികരണ ശേഷിയുണ്ടെന്ന് തെളിയിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ. ചോദ്യം നമുക്ക് ഒന്നും കൂടി വായിക്കാം. സസ്യങ്ങൾക്കും ജന്തുക്കളെ പോലെ പ്രതികരണ ശേഷി ഉണ്ടെന്ന് തെളിയിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം J.C. ബോസ്, ജഗദീഷ് ചന്ദ്ര ബോസ്. ചോദ്യം 4. കേരള നവോത്ഥാനത്തിന്റെ പിതാവെന്നറിയപ്പെടുന്നത്? ചോദ്യം ഒന്നും കൂടി വായിക്കാം. കേരള നവോത്ഥാനത്തിന്റെ പിതാവെന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ശ്രീനാരായണ ഗുരു. ചോദ്യം 5. ഭൂരഹിതർ ഇല്ലാത്ത പദ്ധതി നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ഏത്? ചോദ്യം ഒന്നും കൂടി ആവർത്തിക്കാം. ഭൂരഹിതരില്ലാത്ത പദ്ധതി നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ഏത്? ഉത്തരം കണ്ണൂർ. ചോദ്യം 6. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആ പേര് നിർദ്ദേശിച്ചത് ആര്? ചോദ്യം ഒന്നും കൂടി വായിക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആ പേര് നിർദ്ദേശിച്ചത് ആര്? ഉത്തരം ദാദാഭായ് നവറോജി. ചോദ്യം 7. മാഡിബ് എന്ന് വിളിക്കപ്പെടുന്ന ലോക നേതാവ്? ചോദ്യം ഒന്നും കൂടി ആവർത്തിക്കാം. മാഡിബ് എന്ന് വിളിക്കപ്പെടുന്ന ലോക നേതാവ്? ഉത്തരം നെൽസൺ മണ്ടേല. ചോദ്യം 8. ഏത് രാജ്യങ്ങൾ തമ്മിലാണ് സിംല കരാർ ഉണ്ടാക്കിയത്? ചോദ്യം ഒന്നും കൂടി വായിക്കാം. ഏത് രാജ്യങ്ങൾ തമ്മിലാണ് സിംല കരാർ ഉണ്ടാക്കിയത്? ഉത്തരം ഇന്ത്യ പാകിസ്ഥാൻ. ചോദ്യം 9. PC കൾച്ചർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചോദ്യം ഒന്നും കൂടി ആവർത്തിക്കാം. PC കൾച്ചർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം മത്സ്യകൃഷി. ചോദ്യം 10. വെള്ളായിയപ്പൻ ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ചോദ്യം ഒന്നും കൂടി വായിക്കാം. വെള്ളായിയപ്പൻ ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ഉത്തരം കടൽ തീരത്ത്. ചോദ്യം 11. ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങൾ ഉള്ള രാജ്യം? ചോദ്യം ഒന്നും കൂടി. ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങൾ ഉള്ള രാജ്യം? ഉത്തരം അമേരിക്ക. ചോദ്യം 12. ആഗസ്റ്റ് 15 സ്വതന്ത്ര ദിനമായുള്ള ഏഷ്യൻ രാജ്യങ്ങൾ? ചോദ്യം ഒന്നും കൂടി വായിക്കാം.
ആഗസ്റ്റ് 15 സ്വതന്ത്ര ദിനമായുള്ള ഏഷ്യൻ രാജ്യങ്ങൾ. ഉത്തരം ഇന്ത്യ, ദക്ഷിൺ കൊറിയ. ചോദ്യം 13. ദയാവധത്തിന് നിയമസാധുത നൽകിയ ആദ്യ രാജ്യം. ചോദ്യം ഒന്നും കൂടി ആവർത്തിക്കാം. ദയാവധത്തിന് നിയമസാധുത നൽകിയ ആദ്യ രാജ്യം. ഉത്തരം നെതർലാൻഡ്. ചോദ്യം 14. ആദ്യമായി മൂല്യവർധന നികുതി എന്ന ആശയം പ്രായോഗികമാക്കിയ രാജ്യം. ചോദ്യം ഒന്നും കൂടി ആവർത്തിക്കാം. ആദ്യമായി മൂല്യവർധന നികുതി എന്ന ആശയം പ്രായോഗികമാക്കിയ രാജ്യം. ഉത്തരം ഫ്രാൻസ്. ചോദ്യം 15. ഫുട്ബോൾ കൺട്രി എന്നറിയപ്പെടുന്ന രാജ്യം. ചോദ്യം ഒന്നും കൂടി ആവർത്തിക്കാം. ഫുട്ബോൾ കൺട്രി എന്ന് അറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ഉത്തരം ബ്രസീൽ. ചോദ്യം 16. ഏഷ്യയിലെ രോഗി എന്ന് അറിയപ്പെടുന്ന രാജ്യം. ചോദ്യം ഒന്നും കൂടി വായിക്കുന്നു. ഏഷ്യയിലെ രോഗി എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ഉത്തരം മ്യാൻമാർ. ചോദ്യം 17. ലോകത്തിലെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആയ മറിയ ഇസബെൽ പെറോൺ ഭരണം നടത്തിയ രാജ്യം. ചോദ്യം ഒന്നും കൂടി ആവർത്തിക്കാം. ലോകത്തിലെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആയ മറിയ ഇസബെൽ പെറോൺ ഭരണം നടത്തിയ രാജ്യം ഏതാണ്? ഉത്തരം അർജന്റീന. ചോദ്യം 18. സ്റ്റാച്യു ഓഫ് ലിബർട്ടി അമേരിക്കയിലെ ഏത് നഗരത്തിലാണ്? ചോദ്യം ഒന്നും കൂടി ആവർത്തിക്കുന്നു. സ്റ്റാച്യു ഓഫ് ലിബർട്ടി അമേരിക്കയിലെ ഏത് നഗരത്തിലാണ്? ഉത്തരം ന്യൂയോർക്ക്. ചോദ്യം 19. ഹരിത വിപ്ലവത്തിന്റെ തുടക്കം കുറിച്ചത് ഏത് രാജ്യത്താണ്? ചോദ്യം ഒന്നും കൂടി ആവർത്തിക്കുന്നു. ഹരിത വിപ്ലവത്തിന്റെ തുടക്കം കുറിച്ചത് ഏത് രാജ്യത്താണ്? ഉത്തരം മെക്സിക്കോ. ചോദ്യം 20. പട്ടാളത്തെ ഒഴിവാക്കിയ ആദ്യത്തെ രാജ്യം ഏത്? ചോദ്യം ഒന്നും കൂടി വായിക്കുന്നു. പട്ടാളത്തെ ഒഴിവാക്കിയ ആദ്യത്തെ രാജ്യം ഏതാണ്? ഉത്തരം കോസ്റ്റാറിക്ക. സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യണേ. ചോദ്യം 21. ആദ്യമായി ജ്ഞാനപീഠ അവാർഡ് ലഭിച്ച ഇന്ത്യക്കാരനായ ഇംഗ്ലീഷ് എഴുത്തുകാരൻ. ചോദ്യം ഒന്നും കൂടി ആവർത്തിക്കാം. ആദ്യമായി ജ്ഞാനപീഠ അവാർഡ് ലഭിച്ച ഇന്ത്യക്കാരനായ ഇംഗ്ലീഷ് എഴുത്തുകാരൻ ആരാണ്? ഉത്തരം അമിതാവ് ഘോഷ്. ചോദ്യം 22. 2019 റിസർവ് ബാങ്ക് ഗവർണർ. ചോദ്യം ഒന്നും കൂടി ആവർത്തിക്കാം. 2019 റിസർവ് ബാങ്ക് ഗവർണർ ആരാണ്? ഉത്തരം ശക്തികാന്ത് ദാസ്. ചോദ്യം 23. ജടായു പാറ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏത്? ചോദ്യം ഒന്നും കൂടി ആവർത്തിക്കുന്നു. ജടായു പാറ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? ഉത്തരം ചടയമംഗലം. ചോദ്യം 24.
രാജാ കേശവദാസിന്റെ പട്ടണം എന്ന് അറിയപ്പെടുന്ന സ്ഥലം ഏത്? ചോദ്യം ഒന്നും കൂടി ആവർത്തിക്കുന്നു. രാജാ കേശവദാസിന്റെ പട്ടണം എന്ന് അറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ഉത്തരം ആലപ്പുഴ. ചോദ്യം 25. തേക്കടി വന്യജീവി സങ്കേതം സ്ഥാപിച്ച തിരുവിതാംകൂർ രാജാവ്. ചോദ്യം ഒന്നും കൂടി ആവർത്തിക്കുന്നു. തേക്കടി വന്യജീവി സങ്കേതം സ്ഥാപിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ്? ഉത്തരം ചിത്തിര തിരുനാൾ. ചോദ്യം 26. കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പട്ടണം. ചോദ്യം ഒന്നും കൂടി ആവർത്തിക്കാം. കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പട്ടണം. ഉത്തരം മൂന്നാർ. ചോദ്യം 27. കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം. ചോദ്യം ഒന്നും കൂടി ആവർത്തിക്കാം. കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം കൊച്ചി. ചോദ്യം 28. കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏത്? ചോദ്യം ഒന്നും കൂടി ആവർത്തിക്കാം. കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? ഉത്തരം ഇടപ്പള്ളി. ചോദ്യം 29. കോയമ്പത്തൂരിലേക്ക് ശുദ്ധജല വിതരണത്തിനായി കേരളത്തിൽ പണിത അണക്കെട്ട് ഏത്? ചോദ്യം നമുക്കൊന്നും കൂടി വായിക്കാം. കോയമ്പത്തൂരിലേക്ക് ശുദ്ധജല വിതരണത്തിനായി കേരളത്തിൽ പണിത അണക്കെട്ട് ഏതാണ്? ഉത്തരം ശിരുവാണി. ചോദ്യം 30. വാഗൺ ട്രാജഡി കേരളത്തിലെ ഏത് പ്രക്ഷോഭമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ചോദ്യം ഒന്നും കൂടി ആവർത്തിക്കാം. വാഗൺ ട്രാജഡി കേരളത്തിലെ ഏത് പ്രക്ഷോഭമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഉത്തരം മലബാർ ലഹള. സുഹൃത്തുക്കളെ, ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാൻ സാധിച്ചെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യണേ. ചോദ്യം 31. മ്യൂറൽ പഗോഡ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ക്ഷേത്രം. ചോദ്യം ഒന്നും കൂടി ആവർത്തിക്കാം. മ്യൂറൽ പഗോഡ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ്? ഉത്തരം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം. ചോദ്യം 32. ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം. ചോദ്യം ഒന്നും കൂടി വായിക്കാം. ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? ഉത്തരം ത്വക്ക്. ചോദ്യം 33. രക്തത്തിലെ ഗ്ലൂക്കോസ് അളവ് നിയന്ത്രിക്കുന്ന ഗ്രന്ഥി. ചോദ്യം ഒന്നും കൂടി വായിക്കാം. രക്തത്തിലെ ഗ്ലൂക്കോസ് അളവ് നിയന്ത്രിക്കുന്ന ഗ്രന്ഥി ഏതാണ്? ഉത്തരം പാൻക്രിയാസ്. ചോദ്യം 34. 3 മതങ്ങളുടെയും വിശുദ്ധ നഗരം എന്നറിയപ്പെടുന്നത്. ചോദ്യം ഒന്നും കൂടി ആവർത്തിക്കാം. 3 മതങ്ങളുടെയും വിശുദ്ധ നഗരം എന്ന് അറിയപ്പെടുന്നത് ഏത് നഗരമാണ്? ഉത്തരം ജെറുസലേം. ചോദ്യം 35. ഇന്ത്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം ഏതാണ്? ചോദ്യം ഒന്നും കൂടി വായിക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം ഏതാണ്?
ഉത്തരം ഇടുക്കി ഡാം. ചോദ്യം 36. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ചോദ്യം ഒന്നും കൂടി ആവർത്തിക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഉത്തരം ഇടുക്കി. ചോദ്യം 37. മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹമേതാണ്? ചോദ്യം ഒന്നും കൂടി ആവർത്തിക്കാം. മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹം ഏതാണ്? ഉത്തരം സോഡിയം. ചോദ്യം 38. ഒരാൾ ഭയക്കുമ്പോൾ ഉൽപ്പാദിക്കപ്പെടുന്ന ഹോർമോൺ ഏതാണ്? ചോദ്യം ഒന്നും കൂടി ആവർത്തിക്കാം. ഒരാൾ ഭയക്കുമ്പോൾ ഉൽപ്പാദിക്കപ്പെടുന്ന ഹോർമോൺ ഏതാണ്? ഉത്തരം അഡ്രിനാലിൻ. ചോദ്യം 39. കേരളത്തിലെ ആദ്യത്തെ ഗവർണർ. ചോദ്യം ഒന്നും കൂടി ആവർത്തിക്കാം. കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ആരാണ്? ഉത്തരം ബി രാമകൃഷ്ണ റാവു. ചോദ്യം 40. കുറിഞ്ഞിമല വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏത് ജില്ലയിൽ? ചോദ്യം ഒന്നും കൂടി ആവർത്തിക്കുന്നു. കുറിഞ്ഞിമല വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏത് ജില്ലയിൽ ആണ്? ഉത്തരം ഇടുക്കി. ഭാഗം 1ന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട്. ചോദ്യം 41. കേരളത്തിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക്. ചോദ്യം ഒന്നും കൂടി ആവർത്തിക്കുന്നു. കേരളത്തിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് ഏതാണ്? ഉത്തരം അഗസ്ത്യാർകൂടം. ചോദ്യം 42. ഇന്ത്യയിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല ഏതാണ്? ചോദ്യം ഒന്നും കൂടി വായിക്കുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല ഏതാണ്? ഉത്തരം പത്തനംതിട്ട. ചോദ്യം 43. ജൂത് മതവിശ്വാസികളുടെ വിശുദ്ധ ഗ്രന്ഥം. ചോദ്യം ഒന്നും കൂടി ആവർത്തിക്കുന്നു. ജൂത് മതവിശ്വാസികളുടെ വിശുദ്ധ ഗ്രന്ഥം ഏതാണ്? ഉത്തരം ഥോർ. ചോദ്യം 44. ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം. ചോദ്യം ഒന്നും കൂടി ആവർത്തിക്കുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം ഏതാണ്? ഉത്തരം ആപ്പിൾ. ചോദ്യം 45. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ല. ചോദ്യം ആവർത്തിക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ഉത്തരം മാഹി. ചോദ്യം 46. മയോപ്പിയ ശരീരത്തിലെ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? ചോദ്യം ഒന്നും കൂടി. മയോപ്പിയ ശരീരത്തിലെ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? ഉത്തരം കണ്ണ്. ചോദ്യം 47. ഓസ്കർ അവാർഡ് നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത. ചോദ്യം ഒന്നും കൂടി ആവർത്തിക്കാം. ഓസ്കർ അവാർഡ് നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ്? ഉത്തരം ഭാനു അത്തയ്യ. ചോദ്യം 48. ലോകത്തിലെ ആദ്യത്തെ വർത്തമാന പത്രം. ചോദ്യം ഒന്നും കൂടി ആവർത്തിക്കുന്നു. ലോകത്തിലെ ആദ്യത്തെ വർത്തമാന പത്രം ഏതാണ്? ഉത്തരം പെക്കിൻ.
ചൈനീസ് ന്യൂസ് പേപ്പർ? ചോദ്യം 49. ദേശീയ ശാസ്ത്ര ദിനം എന്നാണ്? ചോദ്യം ആവർത്തിക്കുന്നു. ദേശീയ ശാസ്ത്ര ദിനം എന്നാണ്? ഉത്തരം ഫെബ്രുവരി 28. ചോദ്യം 50. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഈ ചോദ്യം കൂട്ടുകാരെ നിങ്ങൾക്കുള്ളതാണ്. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? ചോദ്യം ഒന്നും കൂടി ആവർത്തിക്കുന്നു. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഉത്തരം അറിയാമെങ്കിൽ പ്ലീസ് കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഉത്തരം അറിയില്ലെങ്കിൽ വിവരണം കാണുക. സുഹൃത്തുക്കളെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെൽ അമർത്തുക. ഉത്തരങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ചെയ്യുക. സോ വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ. താങ്ക്സ്. ഗുഡ് ബൈ. സ്റ്റേ ഗോഡ് ബ്ലെസ്ഡ്.